അലസത പിശാച് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ പണിപ്പുര ഈ അലസൻ്റെ മനസ്സിൽ കിടക്കും. അവൻ എല്ലാവരെയും കുറ്റം പറയും. അവൻ എല്ലാവിധ തിന്മകളിലേക്കും ചെന്ന് വീഴും. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പുരയിടം തന്നെ കണ്ടു കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടപ്പുണ്ടാവും. മുള്ളും കാടും ഒക്കെ പിടിച്ച് അവൻ അധ്വാനിക്കുകയില്ല. അവൻ മറ്റുള്ളവരെ കൊണ്ട്, ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ചാപ്പാട് കഴിക്കും. ഇതുപോലെ തന്നെ മദ്യം കഴിക്കും, കൂട്ടുകെട്ടും ഭ്രാന്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുന്ന അലസനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല. അവനെക്കുറിച്ച് യാതൊരു മറ്റുള്ളവർക്കും നല്ല അഭിപ്രായമൊന്നുമില്ല. അവന് മടിയനാണ്, ഒരു കാര്യത്തിലും സഹകരിക്കില്ല, വീട്ടിലും ഗുണമില്ല, നാട്ടിലും ഗുണമില്ല. അതുകൊണ്ട് കർത്താവേ, ഈ അലസത പിശാചിൽ നിന്ന് മോചനം നൽകണമേ. അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ കഠിനാധ്വാനം, ലളിത ജീവിതം, കൃത്യനിഷ്ഠ ഇവയെല്ലാം കർത്താവ് നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഈ ജീവിതത്തിലൊരു മാറ്റം വരുത്താനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്താൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. അലസതയാവുന്ന കടുത്ത പൈശാചിക ബന്ധനത്തിൽ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. കർത്താവേ, ഈ മനസ്സിനെ സുഖപ്പെടുത്തണമേ. ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ മാറ്റം വരുത്തി കഠിനാധ്വാനത്തിലും കൃത്യനിഷ്ഠയിലും രാവിലെ തന്നെ ചാടി എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപാവരം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.